ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ C++ന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ക്യാരക്ടർ സെറ്റ്, അതുപോലെ ടോക്കണുകൾ. ഇനി നമ്മൾ അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ചാപ്റ്റർ 5, ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. C++ന്റെ ഈ ക്ലാസ്സിലേക്ക് എല്ലാ +1 കൂട്ടുകാർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ മുൻ ചാപ്റ്ററുകളിലായിട്ട് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞിരുന്നു. എന്തിനാണ് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം നമ്മൾ എഴുതുന്നത്? ഡാറ്റ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിലേക്ക് ഡാറ്റകൾ നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടതായിട്ട് വരും. എന്തൊക്കെ തരത്തിലുള്ള ഡാറ്റ? നമ്മളൊരു പ്രോഗ്രസ് കാർഡ് പ്രിപ്പറേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലൊരു കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടി വരും. രജിസ്റ്റർ നമ്പർ. കുട്ടിയുടെ പേര് വേണ്ടി വരും. കുട്ടിക്ക് വിവിധ സബ്ജക്റ്റുകളിലായിട്ട് കിട്ടിയ മാർക്കുകൾ നമ്മൾ എൻ്റർ ചെയ്യേണ്ടി വരും. അതിനുശേഷം നമ്മൾ ഈ മാർക്കുകളൊക്കെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഗ്രേഡുകൾ കണ്ടുപിടിക്കും, പെർസെൻറ്റേജ് കണ്ടുപിടിക്കും, അല്ലേ? അപ്പൊ ഈ ഡാറ്റകൾ പല തരത്തിലുള്ള ഡാറ്റകളാണ്. ഫോർ എക്സാമ്പിൾ, രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണ്, അല്ലെങ്കിൽ ഒരു ഹോൾ നമ്പർ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. ഒരു കുട്ടിയുടെ പേര് എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സർട്ടൻ ക്യാരക്ടേഴ്സ്, സ്ട്രിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി മാർക്കുകൾ എന്നൊക്കെ പറയുന്നത് അതും നമ്പേഴ്സ് ആണ്. ഗ്രേഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ക്യാരക്ടർ ആയിരിക്കാം. അപ്പൊ ഇങ്ങനെ പല തരത്തിലുള്ള ഡാറ്റകൾ, ഇപ്പൊ സയന്റിഫിക് കാൽക്കുലേഷൻസ് ഒക്കെ നടത്തുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഡാറ്റ, ലൈക്ക് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് 9.8, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ഡാറ്റകൾ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻപുട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. സോ ദാറ്റ് മീൻസ് there are different categories of data, different types of data, which we already referred now. Integers and real numbers and with the fractional part. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് ആൻഡ് സ്ട്രിങ്സ് ഉണ്ട്, അല്ലേ? അപ്പൊ ഈ ഡാറ്റകളെ പ്രോഗ്രാം മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രോഗ്രാമിന് ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ. സോ വാട്ട് ഈസ് ഡാറ്റ ടൈപ്പ്? ഡാറ്റ ടൈപ്പ് ഡിഫൈൻസ് ദ നേച്ചർ ഓഫ് ഡാറ്റ ആൻഡ് the set of operations that you can apply on data, set of operations that can be performed on this data. അതാണ് ഡാറ്റ ടൈപ്പുകൾ എന്ന് പറയുന്നത്. So C++ also categorizes each data into different data types. അപ്പൊ അങ്ങനെ വരുമ്പോൾ there are different classifications for data types. There are fundamental data types, user defined data types, derived data types എന്ന് പറയും. 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ടൈപ്സ് ഡിറൈവ്ഡ് ഫ്രം ദ ഫണ്ടമെന്റൽ ടൈപ്സ്. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ C++ has the flexibility to define users data type. Data types can be defined by the user themselves. Classes, union, അങ്ങനെയുള്ള ഡാറ്റ ടൈപ്പുകളെല്ലാം നമ്മൾ അടുത്ത വർഷം പഠിക്കുന്ന ഈവൻ സ്ട്രക്ചർ എന്നൊക്കെ പറയുന്ന ഡാറ്റ ടൈപ്പുകളൊക്കെ ഈ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ആണ്. അതുപോലെ അറേസ്, ഇനം എന്നൊക്കെ പറയുന്ന എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ്, അതൊക്കെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സിൽ വരുന്നതാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വി ആർ ഫോക്കസിങ് ഓൺ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പുകളെ കുറിച്ചാണ്. അപ്പോൾ എന്നാൽ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ അത് എലമെന്ററി ആണ്, വിച്ച് യു കനോട്ട് ഫർദർ ഡിവൈഡ്. ആറ്റമിക് സ്ട്രക്ചർ ഉള്ള, ആറ്റമിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പുകളാണ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ 5 ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പുകളാണ് C++ ഡിഫൈൻ ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ 5 ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പുകൾ? അതിനെ വേണമെങ്കിൽ നമുക്ക് 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ഇന്റഗ്രൽ ഡാറ്റ ടൈപ്പുകളും ഒന്ന് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്സ് എന്ന് പറയാം. ഇപ്പൊ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇന്റിജർ ആയിട്ട് ബന്ധപ്പെട്ടാണ്.
ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡെസിമൽ ഫ്രാക്ഷണൽ നമ്പേഴ്സിന് ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പൊ ഇന്റഗ്രലില് ഫസ്റ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാർ ഡാറ്റ ടൈപ്പ് ആണ്, ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്, which is denoted by the keyword char, CHAR. ആ കീവേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് നമ്മൾ റെഫർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ ക്യാരക്ടർ ഡാറ്റ ടൈപ്പില് ഓരോ ക്യാരക്ടർ ആണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ക്യാരക്ടറിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ടൈപ്പ് ഉള്ളത്. ഏത് ക്യാരക്ടറും ആവാം, ഒരാളുടെ പേരിൽ വരുന്ന അക്ഷരങ്ങളാവാം, അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആവാം. C++ ഡിഫൈൻ ചെയ്യുന്ന ക്യാരക്ടർ സെറ്റിലെ ഏത് ക്യാരക്ടർ വേണേലും ഈ ക്യാർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഡിഫൈൻ ചെയ്യാം. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്യുമ്പോൾ അതിനുവേണ്ടി ഒരു മെമ്മറി വേണം. ഇതെല്ലാം ഡാറ്റയെല്ലാം സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? മെമ്മറിയിലാണ്, റാമിലാണ്. അപ്പൊ ഈ എത്രമാത്രം മെമ്മറി വേണ്ടി വരും ഒരു ക്യാരക്ടറിന്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാരക്ടേഴ്സ് ആർ സ്റ്റോർഡ് യൂസിങ് ആസ്കി കോഡ്സ്. അപ്പൊ ഈ ആസ്കി കോഡ് എന്ന് പറയുന്നത് സാധാരണ 8 ബിറ്റുകളാണ്, അല്ലെങ്കിൽ 1 ബൈറ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ചെയ്യപ്പെടുന്ന മെമ്മറി എന്ന് പറയുന്നത് 1 ബൈറ്റാണ്. 1 ബൈറ്റ് ഇസ് യൂസ്ഡ് ഫോർ എ ക്യാരക്ടർ ഡാറ്റ. അപ്പൊ അതിന്റെ സൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ, ക്യാരക്ടർ ഡാറ്റയുടെ മെമ്മറി റിക്വയർമെന്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 ബൈറ്റ്. അടുത്ത ഇന്റിജർ ഡാറ്റയാണ്. ഇന്റിജർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഫോർ ഇന്റിജർ നമ്പേഴ്സ്. ഇത് ഡിനോട്ട് ചെയ്യുന്നത് ഇന്റ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചുകൊണ്ടാണ്, INT, ഇന്റ്. എങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് ഇന്റ് ഡാറ്റ ടൈപ്പിൽ റെപ്രസെന്റ് ചെയ്യുക? നമ്പേഴ്സ് വിത്തൗട്ട് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എ സ്പെസിഫൈഡ് റേഞ്ച്. ഒരു സ്പെസിഫിക് റേഞ്ചിലുള്ള ഫ്രാക്ഷണൽ പാർട്ട് ഇല്ലാത്ത നമ്പറുകളെയാണ് നമ്മൾ ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്. അത് പോസിറ്റീവ് നമ്പേഴ്സും ആവാം, നെഗറ്റീവ് നമ്പേഴ്സും ആവാം. ഇനി എത്രമാത്രം മെമ്മറി? GCC reserves 4 bytes of memory for an integer data type. ഒരു ഇന്റ് ടൈപ്പിലുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാൻ GCC അലോക്കേറ്റ് ചെയ്യുന്നത് 4 ബൈറ്റ് ആണ്. 4 bytes of data is required for that. ഓക്കെ, അപ്പൊ അതാണ് ഇന്റ് എന്ന് പറയുന്നത്. അടുത്ത ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പിലെ ഒരെണ്ണമാണ് ഫ്ലോട്ട് എന്ന് പറയും, FLOAT, ഫ്ലോട്ട്. ആ കീവേഡ് ആണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്താണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്? വി ഹാവ് ഓൾറെഡി സീൻ അബൌട്ട് ദിസ്. നമ്പേഴ്സ് വിത്ത് ഫ്രാക്ഷണൽ പാർട്ട്. ഫ്രാക്ഷണൽ പാർട്ട് ഉള്ള നമ്പേഴ്സ് ആണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് GCC അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി സൈസ് എന്ന് പറയുന്നത് അഗൈൻ 4 ബൈറ്റ് ആണ്. 4 bytes are required for floating point data type. 3.14, 9.8 എന്നൊക്കെ പറയുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ്. The numbers of this data type has got a precision of 7 digits. 7 ഡിജിറ്റ് precision ആണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. I am saying about this. ഇതിന് നമുക്ക് വേറൊരു ഡാറ്റ ടൈപ്പ് കൂടെ ഉണ്ട്, ഡബിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്. 4ാമത്തെ ഡാറ്റ ടൈപ്പ് അതാണ്. ഫ്ലോട്ടിംഗ് പോയിന്റിൽ തന്നെ വരുന്ന ഒരു കാറ്റഗറിയാണത്. ഡബിൾ എന്നാണ് അതിന് പറയാം. അത് ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ്സ് എന്നാണ് പറയാ. കാരണം അതിന് 15 ഡിജിറ്റ് പ്രിസിഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ 7 ഡിജിറ്റ് ആണ് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിന്റെ പ്രിസിഷൻ. ഡബിൾ ഡാറ്റ ടൈപ്പിന്റെ പ്രിസിഷൻ എന്ന് പറയുന്നത്, അതായത് ഡെസിമൽ പോയിന്റിന് ശേഷം 15 ഡിജിറ്റ് വരെ വരാമെന്നർത്ഥം, 15 ഡിജിറ്റ്സ്. ഈ ഡബിളിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ GCC അലോക്കേറ്റ് ചെയ്യുന്ന, GCC എന്ന് പറയുമ്പോൾ എന്താണ്, GNU കമ്പൈലർ കളക്ഷൻസ്, ഈ കമ്പൈലറിന്റെ പേരാണ്. അപ്പൊ അത് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി എന്ന് പറയുന്നത് 8 ബൈറ്റ് ആണ്. 8 ബൈറ്റ് സ്റ്റോറേജ് സ്പേസ് ഡബിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇനി ഈ 2 കാറ്റഗറിയിലും പെടാത്ത ഒരു ഡാറ്റ ടൈപ്പ് കൂടെ ഉണ്ട്, അതിന് വോയിഡ് എന്നാണ് പറയുക. അത് 5ാമത്തെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് വോയിഡ് ആണ്. ഇറ്റ് ഈസ് യൂസ് ടു റെഫർ എംപ്റ്റി ഡാറ്റ സെറ്റ്, ഒന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ മെമ്മറി റിക്വയർമെന്റ് എത്രയായിരിക്കും? ഓക്കെ, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി 0 ആയിരിക്കും. 0. ഓക്കെ, ദി സൈസ് ഓഫ് വോയിഡ് ഇസ് 0. ഇത്രയുമാണ് 5 ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ്. ഏതൊക്കെയാണ് 5 ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്? ക്യാർ, ഇന്റ്, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. നമ്മൾ ഇതിന്റെ മെമ്മറി റിക്വയർമെന്റിന്റെ ഓർഡറിൽ, അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലൊക്കെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കുറവ് മെമ്മറി വേണ്ടത് വോയിഡ്, പിന്നെ ക്യാർ 1 ബൈറ്റ്, പിന്നെ ഇന്റിജർ 4 ബൈറ്റ്, പിന്നെ ഫ്ലോട്ട് 4 ബൈറ്റ്, ആൻഡ് ലാസ്റ്റ് വൺ ഡബിൾ 8 ബൈറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് ഡാറ്റ ടൈപ്പുകൾ. C++ സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ്. ഇവിടെ നമുക്ക് ഒരു ടേബിള് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡാറ്റ ടൈപ്പുകളും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും സ്പെസിഫൈ ചെയ്യുന്ന ഒരു ടേബിൾ ആണിത്. യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ. ഈ റേഞ്ച് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ മെമ്മറി സൈസ് എന്നൊക്കെ പറയുന്നത്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കമ്പൈലർ. സോ ഓരോ കമ്പൈലറിലും ചിലപ്പോൾ
അതിന് ഡിഫറൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഈ ടർബോ C++ കമ്പൈലറിൽ ഇന്റ് എന്ന് പറയുന്നത് 2 ബൈറ്റ് ആണ് റിക്വയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ടർബോ C++ കമ്പൈലർ അലോക്കേറ്റ്സ് ഓൺലി 2 ബൈറ്റ്സ് ഫോർ ഇന്റിജർ ഡാറ്റ ടൈപ്പ്. വേറെ GCC ആണെങ്കിൽ അത് 4 ബൈറ്റ് ആയിരിക്കും. അപ്പോൾ അത് റിലേറ്റീവ് ആണ്, ഡിപ്പെൻഡ്സ് ഓൺ ദ കമ്പൈലർ. ഓക്കെ, ബട്ട് പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ മെമ്മറി സൈസ് റിക്വയർഡ് ഫോർ ഈച്ച് ഓഫ് ദ ഡാറ്റ ടൈപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ ഡാറ്റ ടൈപ്സുകളുടെ പേരും നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും ഓർത്തിരിക്കേണ്ടതാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിൽ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അടുത്തായി പറയാൻ പോകുന്നത്, വേരിയബിളുകൾ എന്ന് പറയും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് മെമ്മറി ലൊക്കേഷനുകളിലാണെന്ന് പറഞ്ഞു. മെമ്മറിയിലേക്കാണ് ഡാറ്റ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. റാം എന്ന് പറയുന്ന പ്രൈമറി മെമ്മറിയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രോഗ്രാം എവിടെ ഉണ്ടായിരിക്കണം? റാമിൽ ഉണ്ടായിരിക്കണം. പ്രോഗ്രാം ഉപയോഗിക്കുന്ന ഡാറ്റ എവിടെ ഉണ്ടായിരിക്കണം? റാമിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ റാമിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഡാറ്റയെ നമ്മൾ എങ്ങനെ റെഫർ ചെയ്യും? റാമിന് ഓരോ ബൈറ്റിനും അഡ്രസ്സുകളുണ്ട്, യുണീക്ക് ആയിട്ടുള്ള അഡ്രസ്സുകളുണ്ട്. നമ്പേഴ്സ് ആണ് അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, റാം ഈസ് അഡ്രസ്ഡ് ഫ്രം 0 to സ്പെസിഫിക് നമ്പർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് ഓഫ് ദ റാം. റാമിന്റെ സൈസിനെ ബേസ് ചെയ്തിട്ട് ഒരു മാക്സിമം നമ്പർ ഉണ്ടാവും. അപ്പൊ 0 മുതൽ ആ മാക്സിമം നമ്പർ വരെയാണ് റാമിന്റെ അഡ്രസ് എന്ന് പറയുന്നത്. പക്ഷെ ഈ നമ്പറുകൾ അല്ലെങ്കിൽ ഈ ഫിസിക്കൽ ആയിട്ടുള്ള അഡ്രസ്സുകൾ ഒരു പ്രോഗ്രാമറിനെ സംബന്ധിച്ചിടത്തോളം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നോട്ട് ഈസി ഓർ കനോട്ട് ബി ഡൺ. അപ്പോൾ ആ ഫിസിക്കൽ, അതായത് നമ്മുടെ പ്രോഗ്രാം എവിടെയാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എന്നൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല എന്നർത്ഥം. അതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്, എവിടേക്കാണ് ലോഡ് ചെയ്യപ്പെടുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ മെമ്മറി ലൊക്കേഷൻസിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില സിംബോളിക് നെയിമുകൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ നെയിമുകൾക്ക് പറയുന്ന പേരാണ് വേരിയബിൾസ്. വേരിയബിൾസ് ആർ നെയിംസ് ഫോർ സ്റ്റോറേജ് ലൊക്കേഷൻ. അതാണ് അതിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. റാമിന്റെ ഓരോ ലൊക്കേഷനെയും നമ്മൾ റെഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേരുകളാണ് വേരിയബിൾസ്. അത് ഐഡന്റിഫയേഴ്സ് ആണ്. നമ്മൾ ഐഡന്റിഫയേഴ്സ് ഡിഫൈൻ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഐഡന്റിഫയേഴ്സ് ആർ യൂസ്ഡ് ഫോർ നെയിമിംഗ് വേരിയബിൾസ്. ഈ വേരിയബിളുകൾക്ക് 3 ആസ്പെക്റ്റുകളുണ്ട്. There are 3 aspects related to a variable. ഒന്ന്, we already told that a variable will have a unique name. ഫോർ എക്സാമ്പിൾ, ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ഒരു സ്റ്റുഡന്റിന്റെ ഏജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഏജ് എന്നതിന് പേര് കൊടുക്കുന്നു. ദാറ്റ്സ് എ നെയിം ഓഫ് ദ വേരിയബിൾ. ഒരു നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നം എന്ന് നമ്മൾ പേര് കൊടുക്കുന്നു. ഒരാളുടെ ഹൈറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ഐഡന്റിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നു. അതെല്ലാം വേരിയബിൾ നെയിമുകളാണ്. And corresponding to each variable, there is a physical address. റാമിലെ ഈ വേരിയബിൾ ഏത് മെമ്മറി ലൊക്കേഷനെ ആണോ റെപ്രസെന്റ് ചെയ്യുന്നത്, ആ മെമ്മറി ലൊക്കേഷൻ ഒരു ഫിസിക്കൽ അഡ്രസ് ഉണ്ടാവും, ഒരു നമ്പർ, വിച്ച് ഈസ് യൂസ് ടു ഐഡന്റിഫൈ ദാറ്റ് മെമ്മറി ലൊക്കേഷൻ. അത് പ്രോഗ്രാമറിന് അറിയത്തില്ല, ബട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ അതാണ് യൂസ് ചെയ്യുക. അപ്പം ആ നമ്പറിന് മെമ്മറി അഡ്രസ് ആണ് പറയുക. ആൻഡ് ഇറ്റ്സ് ഓൾസോ കോൾഡ് എൽ വാല്യൂ ഓഫ് എ വേരിയബിൾ. ഒരു വേരിയബിളിനെ സംബന്ധിച്ചിടത്തോളം വേരിയബിളിന്റെ എൽ വാല്യൂ എന്നാണ് ആ അഡ്രസ്സിന് പറയുക. ആൻഡ് തേർഡ് തിങ് എന്ന് പറയുന്നത് ദ കണ്ടന്റ് ദാറ്റ് ഇസ് സ്റ്റോർഡ് ഇൻസൈഡ് ദിസ് വേരിയബിൾ, അല്ലെങ്കിൽ ഈ മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ, ദ കണ്ടന്റ് ദാറ്റ് ഇസ് സ്റ്റോർഡ് ഇൻസൈഡ് ദ വേരിയബിൾ. അതിന് മറ്റൊരു പേരാണ് ആർ വാല്യൂ ഓഫ് ദ വേരിയബിൾ. വേരിയബിളിനെ സംബന്ധിക്കുന്ന 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? നെയിം ഓഫ് ദ വേരിയബിൾ, the L value which is the address of the variable, and R value which is the content of the variable. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ഷോ യു ആൻ എക്സാമ്പിൾ. നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യും, ഇന്റ് നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എന്താണ് ഡിക്ലറേഷൻ, എന്തിനാണ് ഡിക്ലറേഷൻ എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇന്റ് നം ഇങ്ങനെ നമ്മൾ വിചാരിക്കാം, അതായത് നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്ന എന്തുതരം വാല്യൂ ആണ്? ഇൻറ്റിജർ വാല്യൂ ആണ്. കാരണം അതിന്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ പറഞ്ഞേക്കുന്നത് ഇന്റ് എന്നാണ്. ഇങ്ങനെ ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു മെമ്മറി ലൊക്കേഷൻ റിസർവ് ചെയ്യപ്പെടുന്നു. എത്ര ബൈറ്റ് റിസർവ് ചെയ്യപ്പെടും? 4 ബൈറ്റ് റിസർവ് ചെയ്യപ്പെടും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻറ്റിജറിന് 4 ബൈറ്റ് വേണം. അപ്പൊ നമ്മൾ റാമിന്റെ ഒരു സ്ട്രക്ചർ നോക്കാം. റാം 0 മുതലാണ് തുടങ്ങേണ്ടത്. ഞാനൊരു ആർബിട്രറി നമ്പേഴ്സ് കൊടുത്തേക്കാണ്. 1000 മുതലുള്ള മെമ്മറി ലൊക്കേഷൻസ് ആണ് അവിടെ കാണിച്ചേക്കുന്നത്.
ഇപ്പോൾ ഒരു വേർഡ് എന്ന് പറയുന്ന 4 ബൈറ്റ് കൺസിസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ആ അഡ്രസ്സുകൾ എന്ന് പറയുന്നത് 1000, 1001, 1002, 1003. അടുത്ത വേർഡിലേക്ക് വരുമ്പോൾ 1004. അടുത്ത വേർഡിന്റെ ബേസ് അഡ്രസ് എന്ന് പറയുന്നത്, അതായത് ലോവസ്റ്റ് ആ വേർഡിന്റെ ആദ്യത്തെ അഡ്രസ് എന്ന് പറയുന്നത് അതാണ് ബേസ് അഡ്രസ് എന്ന് പറയുന്നത്. അപ്പൊ 1000, 1004, 1008, 1012, 1016 എന്നൊക്കെ പറയുന്നത് ബേസ് അഡ്രസ്സുകളാണ്, റാമിന്റെ ബേസ് അഡ്രസ്സുകളാണ്. അപ്പൊ നമ്മൾ നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു 4 ബൈറ്റ് ചൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് 1008 എന്ന് പറയുന്ന അതാണെന്ന് വിചാരിക്കുക. അപ്പം ഈ നം എന്ന് പറയുന്ന ആ മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് 1008 എന്ന് പറയുന്ന അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആണ്. ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ നം ഈസ് ഈക്വൽ ടു 18 എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അതായത് ഒരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ നം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 18 എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ അസൈൻ ചെയ്യുന്നു. Now what happens? അപ്പൊ ഈ മെമ്മറി ലൊക്കേഷൻ ഇല്ലേ, നം എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ which is represented by 1008 അല്ലേ, അതിലേക്ക് ഈ 18 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ്. അപ്പൊ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ആ വേരിയബിളിലേക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അന്നേരം ഇന്റേണലി നടക്കുന്ന കാര്യങ്ങളാണിത്. ആ വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷൻ റിസർവ് ചെയ്യപ്പെടുന്നു. അതിന്റെ ഇനി നമുക്ക് അതിന്റെ 3 ക്യാരക്ടർ അല്ലെങ്കിൽ 3 ആസ്പെക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. വേരിയബിളിന്റെ പേരെന്താണ്? നം എന്നുള്ളതാണ് വേരിയബിളിന്റെ പേര്. നെയിം ഓഫ് ദ വേരിയബിൾ ഇസ് നം. വാട്ട് ഈസ് എൽ വാല്യൂ ഓഫ് ദ വേരിയബിൾ? എൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അഡ്രസ് ഓഫ് ദ വേരിയബിൾ. ഇവിടെ നം എന്റെ അഡ്രസ് എന്താണ്? നം എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ് എന്താണ്? ആ റാമിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. നം ഇസ് 1008. സോ എൽ വാല്യൂ ഇസ് 1008. ഇനി വാട്ട് ഇസ് ആർ വാല്യൂ? ദ കണ്ടന്റ് ഓഫ് ദ വേരിയബിൾ. ഇവിടെ ആ 4 ബൈറ്റുകളിലായിട്ട് സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ ഏതാണ്? 18 എന്ന് പറയുന്ന വാല്യൂ ആണ്. ആൻഡ് ദാറ്റ് ഇസ് ദ കണ്ടന്റ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ ആൻഡ് കണ്ടന്റ് ഓഫ് ദ വേരിയബിൾ. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു വേരിയബിൾ എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഓരോ വേരിയബിളുകൾ C++ പ്രോഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴും ഇങ്ങനെ മെമ്മറി ലൊക്കേഷൻ റിസർവ് ചെയ്യപ്പെടുന്നു. ആ മെമ്മറി ലൊക്കേഷനിലേക്ക് നമ്മൾ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്ന വാല്യൂസ് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഓക്കെ, ഐ തിങ്ക് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ ഇസ് ഓപ്പറേറ്റേഴ്സ്. We have learned about this token operator. എന്താണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്? How did you define operator? Operator is a token that instruct the computer, that trigger the computer to perform certain operations. 2 നമ്പറുകൾ ആഡ് ചെയ്യുക. പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റർ നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ സ്റ്റാർ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. 2 സംഖ്യകൾ കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. So that is what operator is. ഈ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്ന participants, the participants of an operation is known as operands. The data that participates in an operation is known as operands. ഓപ്പറാൻഡുകൾ എന്നാണ് ഞാൻ പറയുന്നത്. A plus B, അതിൽ എയും ബിയും ഓപ്പറാൻഡുകളാണ്. പ്ലസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ആണ്. And based on the number of operands, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓപ്പറാൻഡിന്റെ നമ്പറിനെ ബേസ് ചെയ്തിട്ട് ഓപ്പറേറ്റേഴ്സിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. There are 3 types of operators based on the number of operands. 1 യൂണറി ഓപ്പറേറ്റർ, 2 ബൈനറി ഓപ്പറേറ്റർ, 3 ടെർണറി ഓപ്പറേറ്റർ. Okay, so what is unary operator? An operator which operates on a single operand. ഒരു ഓപ്പറാൻഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 2 യൂണറി ഓപ്പറേറ്റേഴ്സ് ആണ് പ്ലസ് ആൻഡ് മൈനസ്. അതിന് പോസിറ്റീവ് സൈൻ, നെഗറ്റീവ് സൈൻ എന്നാണ് പറയുക. When you apply the plus of positive sign along with a number, the number is positive. And when you apply the negative sign with a number, the number becomes negative. Or if you apply a negative sign with a negative number, it becomes positive. അപ്പോൾ ആ നെഗറ്റീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. +8 is meaningful, -8 is meaningful. രണ്ടാമത്തെ ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺ 2 ഓപ്പറൻഡ്സ്. അതിന് 2 ഓപ്പറൻഡുകൾ വേണം, എന്നാൽ മാത്രമേ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, മിക്കവാറും അരിത്മെറ്റിക് ഓപ്പറേഷനുകളെല്ലാം, അതുപോലെ തന്നെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്,
ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇതെല്ലാം ബൈനറി ഓപ്പറേറ്ററുകളാണ്. ആൻഡ് ദ തേർഡ് വൺ ഇസ് ടെർണറി ഓപ്പറേറ്റർ വിച്ച് നീഡ്സ് 3 ഓപ്പറൻസ് ടു ഓപ്പറേറ്റ് അപ്പോൺ. 3 ഓപ്പറൻറ്റുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററിനെയാണ് ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ടെർണറി ഓപ്പറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു C++ ഓപ്പറേറ്റർ ഉണ്ട്, കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്നാണ് പറയുക, വിച്ച് വി വിൽ ഡിസ്കസ് അബൌട്ട് ഇൻ ലേറ്റർ ക്ലാസ്സസ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഓപ്പറേറ്റേഴ്സിന്, യൂണറി, ബൈനറി ആൻഡ് ടെർണറി. ഇനിയുമുണ്ട് മറ്റൊരു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് ദേ പെർഫോം. ആ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്.